മഹീന്ദ്ര എന്ന ബ്രാൻഡ് 2 വർഷങ്ങൾക്ക് മുൻപ് നടത്തിയിരുന്ന പ്രോമിസിനെയാണ് ഇപ്പോൾ ഫുൾഫിൽ ചെയ്തിരിക്കുന്നത്. 2024 തന്നെ അവർ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ തന്നെ പുതിയ കാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്നുള്ളത്. BE6 എന്ന് പറയുന്ന കാറിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇലക്ട്രിക് കാറുകളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടല്ല, മറിച്ച് ഇന്റേണൽ കംപ്രഷൻ എഞ്ചിൻ കാറുകളെയും അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് മറ്റു കാറുകളെ കമ്പയർ ചെയ്യുമ്പോൾ ട്രൂലി വാല്യൂ ഫോർ മണി കാറാണ് BE6 എന്ന് പറയുന്നത്? മഹീന്ദ്ര പറഞ്ഞിട്ടുള്ള എല്ലാ വിഷയങ്ങളും BE6 ഡെലിവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ ബെസ്റ്റ് സെല്ലിംഗ് കാറായിട്ട് മാറുന്നതിനും ചാൻസ് ഉണ്ട്. അതെന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വണക്കം. ഈ വാഹനത്തെ ഇൻഗ്ലോ പ്ലാറ്റ്ഫോമിൽ ഓൾ ന്യൂ EV ആർക്കിടെക്ചറിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് ഹൈ സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി, ക്രോസ് റിസേലിയൻസ്, സ്ട്രക്ചറലും ഫ്ലെക്സിബിളുമാണ്. മഹീന്ദ്രയുടെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന EV കാറുകളുടെ ബേസ് പ്ലാറ്റ്ഫോമും ഇത് തന്നെയായിരിക്കും. ഡയമെൻഷൻ നോക്കുന്ന സമയത്ത് BE6 എക്സാക്ട് ആയിട്ട് 4371 mm ഹൈറ്റ് നോക്കുമ്പോൾ 1627 mm ആണുള്ളത്. 2775 mm ആണ് വീൽ ബേസ്. ഇതിനേക്കാൾ കോസ്റ്റ്ലി കാറായിട്ടുള്ള XUV E9 ഇതേ വീൽ ബേസ് തന്നെയാണുള്ളത്. 207 mm ആണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. പൊതുവെ EV കാറുകളുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായിരിക്കും. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. കാറിന്റെ ബോട്ടം EV പാക്കോടെ വരുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ മഹീന്ദ്ര ഇവിടെ ഇതൊരു ഇലക്ട്രിക് കാർ ആയിരുന്നിട്ട് കൂടി 207 mm എന്ന സുപ്രീം ഗ്രൗണ്ട് ക്ലിയറൻസ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബൂട്ട് സ്പേസ് 455 ലിറ്റർ ആണ്. ഡിസൈൻ വെച്ച് നോക്കുമ്പോൾ ഒരു മാസീവ് ലുക്കാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഇലുമിനേറ്റ് ആയിട്ടുള്ള BE ലോഗോ മഹീന്ദ്ര ബാഡ്ജിങ്ങിനെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഇതൊരു യുണീക്ക് ആയിട്ടുള്ള ബ്രാൻഡ് ഐഡന്റിറ്റി ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഫ്രണ്ട് എലമെന്റ് നോക്കുന്ന സമയത്ത് അഗ്രസീവ് ആയിട്ടുള്ള ലുക്കിൽ തന്നെയാണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊരു ട്രൂ SUV കൂപ്പേ അല്ലെങ്കിലും കൂപ്പേ ലൈക്ക് റൂഫ് റെയിൽ എഡ്ജി ലുക്ക് കൊടുക്കുന്നുണ്ട്. ഡോർ ഹാൻഡിൽ ഫ്ലഷ് ഫിറ്റിംഗ് ടൈപ്പിൽ കൊടുത്തിട്ടുണ്ട്. വാഹനത്തിന്റെ ഓരോ വശങ്ങളിലും ലോട്ട് ഓഫ് കട്ട്സ് ആൻഡ് കർവ്സ് കൊടുത്തിട്ടുണ്ട്. അത് വാഹനത്തിന്റെ ലുക്കിനെ ഒരുപാട് അധികം എൻഹാൻസ് ചെയ്യുന്നുണ്ട്. 20 ഇഞ്ച് അലോയ് വീലാണ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. വീൽ ആർച്ച് ഈ വാഹനത്തിന്റെ മസിൽ ഡിസൈനെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. റിയർ എൻഡിൽ C-ഷേപ്പ് LED ടൈൽ ലാമ്പ് ചങ്കിയായിട്ടുള്ള ടെയിൽ ഗേറ്റ് വരേക്കും എക്സ്റ്റെൻഡ് ആകുന്നുണ്ട്. സ്പ്ലിറ്റ് റൂഫ് മൗണ്ടഡ് സ്പോയിലർ വാഹനത്തിന്റെ സ്പോർട്ടി ലുക്കിനെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഓവറോൾ ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഇതുവരെയും കാണാത്ത രീതിയിലുള്ള ഒരു വാഹനത്തെയാണ് മഹീന്ദ്ര ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ടെസ്ലയുടെ സൈബർ ട്രക്കിനെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് ഇറക്കിയ മോഡലാണെന്ന് റൂമറുകളും പ്രചരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ പറയുക. ഇന്റീരിയറിനെ കുറിച്ച് നോക്കുമ്പോൾ മോഡേൺ ആൻഡ് ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനിൽ സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് കാണുന്നുണ്ട്. BE6 കോപ്പിക് ലൈക്ക് സീറ്റ്സ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഡ്രൈവറിനും കോ ഡ്രൈവറിനും ഒരു പാർട്ടീഷൻ വരുന്നുണ്ട്. ഡാഷ്ബോർഡ് മിനിമൽ ആയിട്ടുണ്ടായിരുന്നാലും പ്രാക്ടിക്കാലിറ്റിയും കണക്കുകൂട്ടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആംബിയന്റ് ലൈറ്റിംഗ് സിസ്റ്റം എൻറ്റയർ ഫ്രണ്ട് ആൻഡ് ഫുൾ ഫ്ലോ ആകുന്നുണ്ട്. ഡ്യുവൽ സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. 16 ഹാർമൻ സ്പീക്കേഴ്സ് ഡോൾബി അറ്റ്മോസ് ടെക്നോളജിയോടെ ആഡ് ചെയ്തിട്ടുണ്ട്. റിയർ പാസഞ്ചേഴ്സിന്റെ എന്റർടൈൻമെന്റിന് വേണ്ടി റിയർ സീറ്റ്സിലും സ്ക്രീൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മഹീന്ദ്രയുടെ AI ആർക്കിടെക്ചറിലൂടെ കോൾകോം സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റോടെ ഇൻഫാക്ട് 24 GB വരേക്കും റാമും കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റർ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് ഇത്. BE6 ബാറ്ററി ഓപ്ഷൻസിനെ കുറിച്ച് നോക്കുമ്പോൾ 59 കിലോവാട്ട് അല്ലെങ്കിൽ 79 കിലോവാട്ട് എന്ന 2 ഓപ്ഷനിലാണ് വരുന്നത്. പവർ നോക്കുന്ന സമയത്ത് 231 HP തുടങ്ങി 286 HP വരേക്കും ടോപ്പ് എൻഡ് വേരിയൻസിൽ പ്രതീക്ഷിക്കാം. 380 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഒരു കമ്പാരിസന് വേണ്ടി പറയുകയാണെങ്കിൽ ഹ്യുണ്ടായി ക്രെറ്റയുടെ 2 മടങ്ങ് പവർഫുൾ ആയിട്ടുള്ള കാറാണെന്ന് പറയാം. റിയൽ വീൽ ഡ്രൈവിലും ഓൾ വീൽ ഡ്രൈവിലും ഈ വാഹനം വിൽപ്പനയ്ക്കെത്തും. 0 to 100 കിലോമീറ്ററിനെ വെറും 6.7 സെക്കൻഡ്സിൽ അച്ചീവ് ചെയ്യും. ചാർജിങ്ങും 175 കിലോവാട്ട് DC ഫാസ്റ്റ് ചാർജർ കാരണം 20 to 80% വെറും 20 മിനിറ്റ്സിൽ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. റേഞ്ച് നോക്കുന്ന സമയത്ത് 682 കിലോമീറ്റർ വരേക്കും ഒഫീഷ്യൽ റേഞ്ച് ഉണ്ടായിരുന്നാലും പ്രാക്ടിക്കലായിട്ട് 500 കിലോമീറ്ററിന് മുകളിൽ കിട്ടുമെന്ന് കരുതാം. കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടി മഹീന്ദ്ര BE6 ലൈഫ് ടൈം ബാറ്ററി വാറന്റിയും കൊടുക്കുന്നുണ്ട്. ഇന്ത്യ സ്പെസിഫിക് മാനുഫാക്ചർ ആയിട്ടുള്ള മഹീന്ദ്ര ബാറ്ററിക്ക് ലൈഫ് ടൈം വാറന്റി കൊടുക്കുന്നത് അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യം തന്നെയാണ്. സെക്കൻഡ് ഓണേഴ്സിനും ബാറ്ററിക്ക് 10 വർഷം അല്ലെങ്കിൽ 2 ലക്ഷം കിലോമീറ്റർ വാറന്റിയും കൊടുക്കുന്നുണ്ട്. ബാറ്ററിയെ കുറിച്ചുള്ള എല്ലാ കൺസേണിനെയും ഈ വാറന്റി കൊണ്ട് മഹീന്ദ്ര കവർ ചെയ്യുന്നുണ്ട്. സേഫ്റ്റിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അഡാസ് ലെവൽ 2+ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ പ്ലസ് ഓക്യുപ്പൈൻ മോണിറ്ററിംഗ് സിസ്റ്റം, 360 ഡിഗ്രി സറൗണ്ട് വ്യൂ മോണിറ്ററിംഗ് സിസ്റ്റം, ഓട്ടോ പാർക്കിംഗ് സിസ്റ്റം വിത്ത് 12 അൾട്രാസോണിക് സിസ്റ്റവും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BE6 പാർക്ക് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകില്ല. BE6 പാർക്കിംഗ് സ്പേസിൽ പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലേസ് നിങ്ങൾ തന്നെ ചൂസ് ചെയ്തതിനു ശേഷം ആപ്ലിക്കേഷൻ വഴി ടൈറ്റ് ആയിട്ടുള്ള ഒരു സ്പേസിൽ കൂടി നിങ്ങൾക്ക് ഈസി ആയിട്ട് വാഹനത്തെ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരു സ്വിച്ച് ഞെക്കിയാൽ
പോയാൽ പാർക്കിങ്ങിന്റെ കാര്യം കാർ നോക്കിക്കൊള്ളും. മഹീന്ദ്ര 6E വേരിയന്റുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 1, 2, 3 എന്ന ഡിഫറെന്റ് പാക്കിൽ കൊടുക്കുന്നുണ്ട്. മഹീന്ദ്ര പാക്ക് 1ന്റെ പ്രൈസ് മാത്രമാണ് റിവീൽ ചെയ്തിരിക്കുന്നത്. അതാണ് 18.9 lakhs. ഇത് എന്തുകൊണ്ടാണ് വാല്യൂ ഫോർ മണി കാർ ആകുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ മുന്നേ പറഞ്ഞ കാരണങ്ങൾ മാത്രം മതിയാകും. ഇന്ന് ടോപ്പ് എൻഡ് വേരിയന്റ് ക്രെറ്റയുടെ പ്രൈസ് തന്നെ ഏകദേശം 20 ലക്ഷത്തിന് മുകളിലാണ്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് മോഡേൺ ആൻഡ് ഫീച്ചേഴ്സോടെ, ഇലക്ട്രിക് പവർ ട്രെയിനോടെ, ഇത്രയും വലിയ കാർ സുപ്രീം പെർഫോമൻസോടെ ഈ പ്രൈസ് റേഞ്ചിൽ മഹീന്ദ്രയ്ക്ക് ഡെലിവറി ചെയ്യാനായിട്ട് കഴിഞ്ഞെന്നാൽ ഇത് ഇന്ത്യൻ കാർ മാർക്കറ്റിൽ തന്നെ ഒരു റെവല്യൂഷണറി കാറായിട്ട് മാറും. നിലവിലെ ഇന്ത്യൻ മാർക്കറ്റിലുള്ള ടാറ്റ കാർ VV, MG ZS EV എന്നീ കാറുകൾ ഫീച്ചർ വൈസ് മഹീന്ദ്ര BE60യോട് കോമ്പറ്റേറ്റ് ചെയ്യാൻ കഴിയില്ല. അത്രമാത്രം ടോപ്പ് നോച്ച് ആയിട്ടാണ് ഈ വാഹനം ഇറക്കിയിരിക്കുന്നത്. മഹീന്ദ്ര BE60 ഒരു ട്രക്കിനെ പുള്ളി ചെയ്യുന്ന വീഡിയോ ഇതിനോടകം തന്നെ വൈറലായിട്ടും ഉണ്ടായിരുന്നു. മഹീന്ദ്ര ഈ വാഹനത്തെ ജനുവരിയിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നതിന് വേണ്ടി ഷോറൂമുകളിലേക്ക് എത്തിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. 4 കളർ ഓപ്ഷൻസ് ആണ് ഈ വാഹനത്തിന് നിലവിലുള്ളത്. മഹീന്ദ്ര അവരുടെ മോസ്റ്റ് ഫ്യൂച്ചറിസ്റ്റിക് കാറിനെ ഇന്ത്യയിലുള്ള ഇന്റേണൽ കംപ്രഷൻ എഞ്ചിനിൽ തുടങ്ങി ഇലക്ട്രിക് കാറുകളിൽ വരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പെർഫെക്റ്റ് പ്രൈസിംഗിൽ ഇറക്കുന്ന ഒരു കാറാണ് മഹീന്ദ്ര BE60. മഹീന്ദ്ര അവരുടെ പ്രോമിസ് നടപ്പാക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ചരിത്രമാകാൻ പോകുന്ന ഒരു കാറായിരിക്കും മഹീന്ദ്രയുടെ BE60. ഈ വാഹനത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വണക്കം.